നമസ്കാരം. മലയാള സിനിമയിൽ ഒരുപാട് താരപുത്രന്മാരും താരപുത്രിമാരും അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ആദ്യ സിനിമ കൊണ്ട് തന്നെ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് പുതിയൊരു പേര് കൂടി എഴുതി ചേർക്കപ്പെടുന്നുണ്ട്. വിസ്മയ മോഹൻലാൽ. അതെ, ഇന്നലെ വരെ നമ്മൾ എല്ലാവരും വിസ്മയെ പരിചയപ്പെട്ടിരുന്നത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകൾ എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇന്നു മുതൽ കാര്യങ്ങൾ മാറുകയാണ്. കാരണം തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ ഒരു താരപുത്രി എന്ന ലേബലിനപ്പുറം സ്വന്തം കഴിവുകൊണ്ട് ശ്രദ്ധ നേടുന്ന ഒരു അഭിനേത്രിയായി മാറാനുള്ള തുടക്കം വിസ്മയ കുറിച്ചിരിക്കുകയാണ്. വിസ്മയ നായികയായി എത്തിയിരിക്കുന്ന പുതിയ ചിത്രം തുടക്കം ഇപ്പോൾ പ്രേക്ഷകരിൽ വലിയ ചർച്ചയാവുകയാണ്. മലയാള സിനിമയ്ക്ക് പുതിയൊരു അഭിനേത്രിയെ ലഭിച്ചുവെന്ന പ്രതീക്ഷയാണ് സിനിമ നൽകുന്നത്. വിസ്മയുടെ ആദ്യ സിനിമ പക്ഷേ തുടക്കക്കാരിയുടെ പതർച്ചയില്ല. സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്ന ഒരാളുടെ സ്വാഭാവികമായ ചെറിയ ഭയം പലപ്പോഴും പ്രകടമാകുന്നുണ്ട്. എന്നാൽ വിസ്മയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള പതർച്ചകൾ വളരെ കുറവാണ്. അച്ഛൻ മോഹൻലാലിന്റെയും ചേട്ടൻ പ്രണവ് മോഹൻലാലിന്റെയും സിനിമ തുടക്കങ്ങൾ പോലെ തന്നെ തന്റെ ആദ്യ സിനിമയിലും ശ്രദ്ധ നേടുന്ന പ്രകടനമാണ് വിസ്മയ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു വാക്കുണ്ട്, മേക്ക് യുവർ ഫാദർ പ്രൗഡ്. ഈ വാക്കുകൾ സിനിമയിൽ മാത്രമല്ല വിസ്മയുടെ യഥാർത്ഥ സിനിമാ യാത്രയിലും ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യ സിനിമയിലൂടെ തന്നെ തന്റെ കഴിവ് തെളിയിക്കാൻ വിസ്മയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തുടക്കക്കാരിയുടെ പതർച്ചകളില്ലാതെ അടിപൊളിയായ പുതിയ തുടക്കം വിസ്മയയ്ക്ക് നൽകാനായതിൽ സംവിധായകൻ ജൂഡ് ആന്റണിക്കും അഭിമാനിക്കാം. മോഹൻലാലിന്റെ മകൾ എന്ന ബ്രാൻഡ് ലേബൽ വിസ്മയയുടെ ആദ്യ സിനിമ, 2018 ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ, അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ഒരു സിനിമയാണ് തുടക്കം. എവിടെയെങ്കിലും പാളിപ്പോയാൽ ആകെ തകരും. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ ബലം കൊണ്ട് മികച്ചു നിൽക്കുന്ന ചിത്രം. കുട്ടികൾ തേടുന്ന ഹൈ മൊമെന്റ്സ്, വളരെ വേഗത്തിൽ പോകുന്ന ആദ്യ പകുതി, പ്രേക്ഷകരെ സസ്പെൻസിൽ നിർത്തുന്ന ഇന്റർവെൽ പഞ്ച്, ഇതെല്ലാമാണ് ഈ ഫാമിലി ആക്ഷൻ ത്രില്ലറിന്റെ പ്രത്യേകത. ഒരു മലയോര ഗ്രാമപ്രദേശത്തേക്ക് വില്ലേജ് ഓഫീസറായി ട്രാൻസ്ഫർ വാങ്ങി വരുന്ന രവിയും മകൾ മിന്നുവും ഒരു നായയുമടങ്ങുന്ന കൊച്ചു കുടുംബം. പുതിയ നാടും നാട്ടുകാരും ആയതുകൊണ്ട് തന്നെ മിന്നു അവിടവുമായി ഒത്തുപോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ബാങ്ക് ടെസ്റ്റ് എഴുതാനായി മിന്നുവും കൂട്ടുകാരിയും എറണാകുളത്തേക്ക് തിരിക്കുന്നു. അപ്പൂപ്പൻ പഴയ റെസ്ലിംഗ് ചാമ്പ്യൻ, കളരി അഭ്യാസിയും, മകൻ മാർഷൽ ആർട്സും പാർക്കർ അഭ്യാസിയും. അപ്പോൾ പിന്നെ മകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കക്ഷി മൂവായി തായ് എന്ന ആയോധന കല പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ബാക്കിയൊക്കെ കണ്ടറിയാം. സന്തോഷ് രാമനാണ് പ്രൊഡക്ഷൻ ഡിസൈൻ. അരുൺ മോഹനാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിനീഷ് നെല്ലിക്കലും അഖിൽ കൃഷ്ണനും ജൂഡ് ആന്റണി ജോസഫും ചേർന്നാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ അങ്ങനെ പുതുമ തോന്നാത്തൊരു കഥ തന്റെ സംവിധാന ശൈലി കൊണ്ട് ജൂഡ് എൻഗേജിംഗ് ആയി മാറ്റുന്നുണ്ട്. ആദ്യ പകുതിയിലെ ആ വേഗത ഇതിന് ഉദാഹരണമാണ്. രണ്ടാം പകുതിയിലെ മോഹൻലാലിന്റെ അതിഥിവേഷവും കഥയോട് ചേർന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ ജൂഡിന് സാധിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാൻഡേർഡ് കൃത്യമായി ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. താരപുത്രിയുടെ അരങ്ങേറ്റത്തിനായി തട്ടിക്കൂട്ടിയ സിനിമയാണ് തുടക്കമെന്ന ചില റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലും അവയൊക്കെ കാറ്റിൽ പറത്തുന്നതാണ് സിനിമയുടെ ക്വാളിറ്റി. ഈ മഴക്കാലത്തും തിയേറ്ററിന് ആവേശം നിറയ്ക്കാൻ ഈ സിനിമയ്ക്ക് ആകുമെന്നാണ് കാണികളുടെ പ്രതികരണങ്ങൾ. തുടക്കം തുടരട്ടെ. മലയാള സിനിമയിൽ വിസ്മയങ്ങൾ ഇനിയും സംഭവിക്കട്ടെ. വിസ്മയ തന്റെ കഥാപാത്രം മികച്ചതായി ഉപയോഗിക്കട്ടെ എന്നിങ്ങനെയുള്ള വൈകാരികമായ രംഗങ്ങൾ അല്പം പതറുന്നുണ്ടെങ്കിലും തന്റെ തട്ടകമായ ആക്ഷൻ രംഗങ്ങളിൽ ആള് വേറെ ലെവൽ എന്നൊക്കെയാണ് കമന്റുകൾ. ആദിത്യ ലക്ഷ്മി എന്ന നടിയാണ് വിസ്മയയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത്. ഇത് വിസ്മയുടെ മാത്രം തുടക്കമല്ല, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയുടെ കൂടി തുടക്കമാണ്. എമ്പുരാനിൽ ഒരു കാമിയോ റോളിൽ തിളങ്ങിയ ആശിഷ് ഇത്തവണ മുൻനിര വേഷത്തിലാണ് എത്തുന്നത്. ഒരു ഡയലോഗ് പോലും പറയാതെ ഗെറ്റ് പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. നെഗറ്റീവ് വേഷത്തിലെത്തിയ എസ്പ്ലാൻ എന്ന കഥാപാത്രമായി ജോൺ കുരുവിള മികച്ചു നിന്നു. സാബി കുര്യൻ, മനോജ് കെ ജയൻ, കോട്ടയം രമേശ്, ജിമിൻ ഗോപിനാഥ്, ജാഫർ ഇടുക്കി, ഗണേഷ് കുമാർ തുടങ്ങിയ വലിയ നിരയും തുടക്കത്തിൽ ഉണ്ട്. ജെക്സി ബിജോയിയുടെ BGM എടുത്തു പറയേണ്ടതാണ്. ചില എലവേഷൻ രംഗങ്ങളിൽ ത്രസിപ്പിക്കുന്ന സംഗീതം നൽകി പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കാൻ ജെക്സിന് സാധിച്ചു. യാനിക് ബെൻ സ്റ്റണ്ട് സിൽവ ടീമിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി സിനിമയ്ക്ക് മുതൽക്കൂട്ടായി. പ്രത്യേകിച്ചും ക്ലൈമാക്സ് രംഗത്തെ ഫൈറ്റ് എടുത്തിരിക്കുന്ന രീതിയും ക്രാറ്റേവർക്കും അതിഗംഭീരം.